കഴിഞ്ഞാ പ്രാർത്ഥന കഴിഞ്ഞാ? പറ, അടുത്ത സംഭവം എന്നാ? ഇതെന്നാ സംഭവം? കല്യാണ വാർഷികം, ഒന്നാമത്തെ കല്യാണ വാർഷികം. അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതിനാ? അപ്പൊ ഗൾഫിൽ ഏട്ടനുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിക്കൂടാ, അങ്ങനെ ഒറ്റക്ക് പോകാൻ പാടില്ല, ആഘോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയാണ് സംഭവം. അപ്പം നമ്മളെ അടുത്ത് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇന്നത്തേക്ക് 1 വർഷമായി ഏട്ടാ. അപ്പോൾ ഏട്ടൻ ഗൾഫിൽ ആണല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ ആഘോഷം ആക്കാൻ പാടില്ല എന്ന് അടുത്തിൻ്റെ മാമൻ വിളിച്ച് പറഞ്ഞിന്. അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് വിളക്ക് കത്തിച്ചു, അടുത്തിപ്പം വിളക്ക് കത്തിച്ചു. നമ്മൾ വലിയൊരു ആഘോഷമാക്കിയിട്ട് നടത്തണം എന്നെല്ലാം വിചാരിച്ചിന്, പക്ഷെങ്കിൽ അങ്ങനെ നടത്തിക്കൂടാ പോലും. അമ്പലത്തിലും പോയിക്കൂടാ, പിന്നെ എവിടെയും ഒന്നും കേക്ക് മുറിച്ചുകൂടാ, ഒന്നും ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ നല്ല ഉറക്കാം. അപ്പോൾ അടുത്ത് തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു, എന്നുവെച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ട്. നാളെ പോകാൻ പറ്റുമോ? ഇന്ന് വൈകുന്നേരം ഇന്ന് പോകാനേ പാടില്ല അമ്പലത്തിൽ. നാളെ പോവാം, നാളെ അമ്പലത്തിൽ പോകണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോയിക്കൂടാ. അമ്മ ദൈവത്തിന് പോലെ, അതുകൊണ്ട് അമ്മേൻ്റെ കാലോട്ടൽ വെച്ചു. അപ്പം അച്ഛൻ്റെ അമ്മേനും കാലോട്ടൽ വെക്കണം എന്നാണ് ഇവരെ ഇത് ചടങ്ങ്. ഏട്ടനെ വിളിച്ചാ? 12 മണിക്ക് വിളിച്ചാ? അടുത്ത് പിള്ളേർന്ന് എണീച്ചില്ല, മക്കൾ എണീച്ചില്ല, ഉറക്കാ? എൻ്റെ ഉറക്കൊന്നും ശരിയായിട്ടില്ല കേട്ടോ. എന്നെ ഉറക്കത്ത് വിളിച്ചെണീപ്പിച്ചിട്ട് അഗി പോയിനാ. അപ്പം നമ്മൾ വീട്ടിൽ രാവിലെ വിളക്ക് കത്തിക്കലില്ല, സാധാരണ രീതിയിൽ വിളക്ക് കത്തിക്കല്ല, വൈകുന്നേരം മാത്രമേ വിളക്ക് കത്തിക്കല്ലൂ. ഇപ്പോൾ അടുത്തിൻ്റെ ആ ഒരു ചടങ്ങ് ഇതാകാൻ വേണ്ടിയിട്ട് ഇപ്പം വിളക്ക് കത്തിച്ചു കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട്. നല്ല ഉറക്കമായിരുന്നു ഗേസ്, എന്താ ചെയ്യാനാ. അപ്പം ഇങ്ങനൊരു ചടങ്ങ് കണ്ട കേട്ടാ. അപ്പോൾ ഓക്കെ, അടുത്ത ടാറ്റ പറഞ്ഞേ. ബായ് ബായ്. അമ്മ അത് ടാറ്റ.